ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ തിരുദർശനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി 2000-ന്റെ ഇപ്പുറമുള്ള വർഷങ്ങളെ നമുക്ക് എടുത്തു പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 2025 പിറന്നതിൻ്റെ ശേഷം തന്നെ ലക്ഷക്കണക്കായ സമൂഹമാണ് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറായത് എന്ന് വാർത്തകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയ ഈ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിക ദർശനങ്ങളെ സ്വീകരിക്കുന്നതിലേക്ക് ആഗോളതലത്തിൽ ആളുകൾ കടന്നു വരുന്നത് എന്നെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടുത്തെ ഹ്രസ്വമായ ജീവിത കാലയളവിൽ സമൂഹത്തിലേക്ക് പഠിപ്പിച്ചു വെച്ച ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന സന്ദേശങ്ങളുടെ പ്രസക്തി തന്നെയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഹ്രസ്വമായ 23 വർഷ കാലയളവിലെ ജീവിതത്തിൻ്റെ ഇടയിൽ സാമൂഹ്യ അന്തരീക്ഷത്തിലാണെങ്കിലും വ്യക്തിഗത ജീവിതങ്ങളിലാണെങ്കിലും അതേ രൂപത്തിൽ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളോടുള്ള ഇടപഴകലുകളിലാണെങ്കിലും ഒക്കെ തന്നെ വേറിട്ട ചില സന്ദേശങ്ങളെ സമൂഹത്തിലേക്ക് കൈമാറാൻ കഴിഞ്ഞു എന്നത് അവിടുത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ബഹുമാന്യനായ SYS-ന്റെ സോൺ പ്രസിഡന്റ് വിശാലമായി നമ്മോട് സംസാരിക്കാനിരിക്കുന്നു. പറഞ്ഞു വന്നത് ആഗോളതലത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സന്ദേശമായിട്ട് ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ആണ്ട് തികയുന്ന ഈ വർഷം കൂടുതൽ ആവേശകരമായി കാണുന്നു എന്നതാണ്. തീർച്ചയായും നമുക്കറിയാം, വാർത്താമാധ്യമങ്ങളിലൂടെയും മറ്റു സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കാണുമ്പോൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലാണെങ്കിലും ശരി, ഏഷ്യൻ വൻകരകളിലാണെങ്കിലും എന്തിനേറെ അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങളിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുമൊക്കെ എത്ര ആവേശപൂർവ്വമാണ് ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന, ലക്ഷക്കണക്കായ വിശ്വാസികൾ അണിനിരക്കുന്ന രൂപത്തിലുള്ള മീലാദ് സന്ദേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയുന്നത്, ഇത്രമാത്രം സ്വീകാര്യമാകാനുള്ള ഒരു സംഭവം അതിൽ കാണിക്കാൻ കഴിയുന്നത് ഇസ്ലാം ആരോടും എതിരല്ല, ഇസ്ലാം ആരോടും വെറുപ്പ് വെച്ച് പുലർത്തുന്നില്ല. മറിച്ച് ഏറ്റവും നല്ല സന്ദേശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു, അത് സമൂഹത്തിലേക്ക് കൂടുതൽ നന്നായി പ്രചരിപ്പിക്കുന്നു എന്നതാണ്. സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും അത് പ്രാവർത്തിക തലത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു അനുശേദ്യ നേതൃത്വമാണ്. മതമേതാണെങ്കിലും ശരി, രാജ്യമേതാണെങ്കിലും ശരി, സിദ്ധാന്തങ്ങൾ ഏതാണെങ്കിലും ശരി, മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യനെ ഉൾക്കൊള്ളാനും പഠിക്കണമെന്നതും അത് പഠിപ്പിക്കണമെന്നും ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഉദ്ഘോഷിക്കുന്ന ഏറ്റവും നല്ലൊരു സിദ്ധാന്തമായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർത്തമാനകാല വായനകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, പുതിയ കാലങ്ങളിൽ എന്തൊക്കെയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, എത്ര സംഘർഷഭരിതമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ ശാന്തമായി ജീവിക്കേണ്ട ജനങ്ങൾ അനാവശ്യമായ ബോംബുകളും ആയുധങ്ങളും നിർവഹിച്ച് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ ഒന്നടങ്കം കൊന്നൊടുക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്നായിക്കൊണ്ട് ഖത്തറിൽ സ്ഫോടനം നടത്തിയ ഇസ്രായേലിന്റെ നേതൃത്വം പറയുന്നത് ധിക്കാരപരമാണെന്ന് പറയാൻ ലോകത്തെ എല്ലാവരും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഒഴികെയുള്ള മറ്റെല്ലാ രാഷ്ട്രങ്ങളും അതിനെ അപലപിക്കാനും തയ്യാറായിട്ടുണ്ട്. ഇവിടെ നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നത്, ലോകക്രമങ്ങളിൽ ബോംബുകൾക്കോ അതല്ലെങ്കിൽ ആയുധബലങ്ങൾക്കോ കാര്യമായ പ്രസക്തി ഇല്ലെന്നും മറിച്ച് സന്ദേശങ്ങൾക്കും ആശയങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി വരുന്നതുമെന്നും കൂടുതൽ വായിച്ചെടുക്കപ്പെടുകയാണ് നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും ശരി, അക്രമങ്ങളോ കലാപങ്ങളോ വിമർശനങ്ങളോ വിഭാഗീയതകളോ അല്ല ഈ രാജ്യത്തെ നയിക്കേണ്ടത്. സ്നേഹമാണ്, സന്തോഷമാണ്, ഇഷ്ടമാണ് എന്ന കാര്യമാണ്. സാന്ദർഭികമായി പറയട്ടെ, അവിടുത്തെ 1500 വർഷം തികയുന്ന തിരുവസന്തത്തിന്റെ ഏറ്റവും ആനന്ദകരമായ രംഗങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടുറപ്പുകളും ഐക്യങ്ങളും ഭദ്രതകളും ഉണ്ടായിത്തീരുന്ന വളരെ സന്തോഷകരമായ സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവസന്തങ്ങളിൽ പങ്കാളികളാകുന്ന, അതിനാസ്വദിക്കുന്ന ലക്ഷക്കണക്കായ വിശ്വാസികളോടും അവരോടൊപ്പം സഹകരിച്ചു നിൽക്കുന്ന ഇതര മത സമുദായാംഗങ്ങളോടും ഞങ്ങളുടെ സന്തോഷങ്ങളും കടപ്പാടുകളും അറിയിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.